നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചെങ്ങമ്പള്ളി. ഇന്നത്തെ വീഡിയോയിൽ ക്യാൻസർ എന്ന സബ്ജക്റ്റിൽ നിന്നും മാറി സൗന്ദര്യവും ആരോഗ്യവും സംരക്ഷിക്കാനുള്ള ചില വഴികളാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ പേഷ്യൻസും പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇത് മഴക്കാലമാണല്ലോ. അപ്പോൾ മഴക്കാലത്ത് എല്ലാവരും സൗന്ദര്യ സംരക്ഷണത്തിന് ആയുർവേദത്തെ കൂട്ടുപിടിക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം ആരോഗ്യം നമുക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. എന്ന് വെച്ചാൽ എന്തൊക്കെ നമുക്കുണ്ടായാലും ജീവിതത്തിൽ എല്ലാവിധ സുഖവും സൗകര്യങ്ങളും പണവും പ്രതാപവും എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരോഗ്യമില്ലാതെ ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സൗന്ദര്യവും നമ്മുടെ ഒരു ആഗ്രഹവും അതോടൊപ്പം ഒരു ആവശ്യവും കൂടിയാണ്. അതുകൊണ്ട് ഇത് ഈ മഴക്കാലത്ത് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാം. എന്താണ് മഴക്കാലത്തിന്റെ പ്രത്യേകത? ആയുർവേദത്തിൽ മഴക്കാലം മാത്രമല്ല, ബാക്കി 4 ഋതുക്കളും വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, വർഷക്കാലം എന്നെല്ലാം പറയുന്ന എല്ലാ കാലങ്ങളും പ്രധാനം തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ പ്രത്യേകതകളും പ്രത്യേക രീതിയിലുള്ള ചര്യകളും ആവശ്യമുണ്ട്. പക്ഷെ എല്ലാവരും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മഴക്കാലത്തിനെയാണ്. ഇതിനുള്ള ഒരു പ്രത്യേകത ഞാൻ ആയുർവേദ ഗ്രന്ഥങ്ങൾ വഴി നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, മഴക്കാലത്ത് ചെയ്യുന്ന ചര്യകൾ ദീർഘകാലം ശരീരത്തിൽ നിലനിൽക്കാൻ കെൽപ്പുള്ളതാണ്. കാരണം ഇത് കഫകാലമാണ്. കഫത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കഫത്തിന് നമ്മൾ കഫകാലത്ത് ചെയ്യുന്ന ചികിത്സകൾ പലപ്പോഴും കൂടുതൽ സമയം നമ്മുടെ ബോഡിയിൽ തങ്ങി നിൽക്കുകയും അതിൻ്റെ എഫക്റ്റ് ദൂരവ്യാപകമായി നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കാലത്തിന് കൂടുതൽ പ്രത്യേകതയുള്ളത്. എന്തൊക്കെയാണ് മഴക്കാലത്ത് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ദഹന വ്യവസ്ഥ തന്നെയാണ്. ഈ ദഹന വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വയറിളക്കുക എന്ന ഒരു കർമ്മമാണ്. എങ്ങനെയാണ് ഈ ശോധന കർമ്മം ചെയ്യേണ്ടത്? ആയുർവേദത്തിൽ ആക്ച്വലി 5 തരം ശോധന കർമ്മങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് വിരേചനം. വിരേചനം കൂടാതെ വമനം, നസ്യം, ബസ്തി, രക്തമോക്ഷണം, അങ്ങനെ 5 ചര്യകളുണ്ട്. ഇത് ഓരോരോ കാലഘട്ടത്തിലും ചെയ്തു പോണ്ടതാണ്. പക്ഷെ ഈ കാലത്തിൽ നമുക്ക് പ്രധാനമായിട്ട് വർഷം കഴിഞ്ഞ് നമ്മുടെ ഈ ചൂടുകാലം കഴിഞ്ഞ് മഴക്കാലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വയറിളക്കുക എന്നുള്ള ഒരു കൃത്യം ചെയ്യേണ്ടതാണ്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രധാന ഗുണം ഗട്ടിലാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് വെച്ചാൽ വയറിലുള്ള ദഹനരസങ്ങളും വായ്ക്ക് രുചി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എല്ലാം അടങ്ങിയ ഒരു സിസ്റ്റമാണ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഈ ട്രാക്റ്റിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഒളിഞ്ഞിരിക്കുന്നതും. അപ്പോൾ നമ്മൾ ഒരു ഋതു കഴിഞ്ഞ് അടുത്ത ഋതുവിലേക്ക് കടക്കുമ്പോൾ വളരെ വലിയ ചേഞ്ചസ് ആണ് പ്രകൃതിയിൽ വരുന്നത്. ഈ പ്രകൃതിയിൽ വരുന്ന ചേഞ്ചസിനൊപ്പം നമ്മുടെ ശരീരത്തിലും പല ചേഞ്ചസും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതുവരെ കഴിച്ചിരുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളല്ല ഈ സമയത്ത് കഴിക്കേണ്ടത്. ഇപ്പോൾ ചൂടുകാലം ആവുമ്പോൾ കൂടുതൽ ആളുകളും ചൂടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കുറവും തണുത്ത സാധനങ്ങൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി ഒരു ഇംബാലൻസ് ബോഡിയിൽ വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുകയും ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെ വളർത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോവാനിടയുണ്ട്. ഞാൻ ഈ പറയുന്നത് ആയുർവേദത്തിലെ ഗഹനമായ പല തിയറികളും സിമ്പിളാക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതിനൊക്കെ ആയുർവേദത്തിലെ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെതായ ഒരു കൃത്യമായിട്ടൊരു പ്രോട്ടോക്കോളും ഉണ്ട്. അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വയറിളക്കലാണ്. ഈ കാലത്തിൽ എന്ന് വെച്ചാൽ മഴക്കാലം തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ നല്ലൊരു വയറിളക്കൽ ക്രിയ ചെയ്യുക. ഈ ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രാവിലെയാണ് വയറിളക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ രാവിലെ ഒരു 7 മണിക്കും 8 മണിക്കും ഇടയിൽ മരുന്ന് കഴിക്കാവുന്നതാണ്. അതിലും നേരത്തെ കഴിക്കുന്നവരാണെങ്കിൽ 5 മണിക്ക് മുമ്പ് 4:30 മണിക്കൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിന് ഉത്തമമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മരുന്ന്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്ന് അവിപത്തി ചൂർണം എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്. ഇത് പ്രകൃതിയൊക്കെ അനുസരിച്ചാണ് കഴിക്കേണ്ടത്. എന്നിരുന്നാലും ഒരു 10 ഗ്രാം കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരില്ല. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്ക ആയതുകൊണ്ട് കാര്യമായിട്ട് ദോഷങ്ങൾ ചെയ്യാത്ത ഒരു പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേര് പറയുന്നത്. അപ്പം ഇത് രാവിലെ കഴിക്കാം, ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കാം.
ഇങ്ങനെ വേണമെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് ചെയ്യാം. സമയമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ആഴ്ചയിൽ 1 എന്ന ക്രമത്തിൽ 3 ആഴ്ചകളിലായിട്ട് രാവിലെ ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ വയറിളക്കാൻ മരുന്ന് കഴിക്കുന്നതിന് മുമ്പായിട്ട് തലേ ദിവസം വൈകുന്നേരം കഴിക്കേണ്ട ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്ത കഞ്ഞിയാണ് കുടിക്കേണ്ടത്. ഇത് കഴിയുന്നതും നേരത്തെ കഴിക്കുക, എന്ന് വെച്ചാൽ ഒരു 7 മണിയോട് കൂടിയിട്ട് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഈ നെയ്യ് അടങ്ങിയ കഞ്ഞി ശരീരം വലിച്ചെടുക്കുകയും നെയ്യുള്ളത് കൊണ്ട് തന്നെ ബോഡിക്ക് ഒരു സ്നിഗ്ധത, ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഓയിലിനെസ്സും നൽകുകയും ചെയ്യും. പിന്നീടുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം വേണ്ട, കാരണം ഭക്ഷണത്തെ കംപ്ലീറ്റ് ദഹിച്ച് കഴിഞ്ഞിട്ട് രാവിലെയാണ് വയറിളക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മണിയോടുകൂടി ഭക്ഷണം കഴിച്ച് ഇതുപോലെ നെയ്യ് അടങ്ങിയ ചേർത്തിട്ടുള്ള നെയ്യോ തേങ്ങാപ്പാലോ ചേർത്തിട്ടുള്ള കഞ്ഞി കുടിച്ചിട്ട് രാത്രി 10 മണിയോട് കൂടിയിട്ട് ഈ പൊടി കഴിച്ച് കിടന്നുറങ്ങാവുന്നതുമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് രാവിലെ വയറിളകി കഴിഞ്ഞതിന് ശേഷം അന്ന് ഉച്ച വരെയുള്ള ഭക്ഷണം ഉപ്പ് ചേർക്കാത്ത കഞ്ഞി തന്നെ കുടിക്കുക. ഇനി കഞ്ഞിക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, കഞ്ഞി കുടിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സൂപ്പുകളാവാം. ഈ സൂപ്പിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ചെറുപയർ മുളപ്പിച്ച് ഒരല്പം തേങ്ങയും ചേർത്ത് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത്. പിന്നെ വല്ലാതെ വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലത്തെ ചെറുപയർ കൂടി കഴിക്കാവുന്നതാണ്. പക്ഷെ അത് ഉപ്പില്ലാതെ കഴിക്കുക. ഇങ്ങനെ ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 3 ദിവസം അടുപ്പിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 വെച്ചിട്ട് 3 ദിവസം ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഭക്ഷണം വിശപ്പിനനുസരിച്ച് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക. അന്നത്തെ ദിവസം ഫ്രൂട്ട്സ്, മധുരം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ധാന്യത്തിന് പ്രാധാന്യമുള്ളൊരു ഫുഡാണ് ആ ഒരു ദിവസം കഴിക്കേണ്ടത്. പിറ്റേ ദിവസം മുതൽ എണ്ണ തേപ്പ്, കുളി മുതലായ ചര്യകളിലേക്ക് വരാവുന്നതാണ്. അങ്ങനെ സാധാരണ നിലയ്ക്ക് തേച്ച് കുളിക്കാവുന്ന പല എണ്ണകളുമുണ്ട്. ഈ എണ്ണകളിൽ നമ്മുടെ പ്രകൃതി അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനിപ്പോൾ വണ്ണം കൂടുതലുള്ള ആളുകൾക്ക് ഉപയോഗിക്കേണ്ടതും വണ്ണം കുറഞ്ഞ ആളുകൾക്കും പിന്നെ രോഗങ്ങളുള്ളവരിലും വേറെ വേറെ എണ്ണകളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ സാധാരണയായിട്ട് ധന്വന്തരം തൈലം ഉപയോഗിക്കാവുന്നതാണ്. അതും ഞാൻ ഉദ്ദേശിക്കുന്നത് 40 വയസ്സിന് മുകളിലുള്ള 40നും 60നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് ധന്വന്തരം തൈലം കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിനു മുമ്പ് അതിൽ കുറവ് പ്രായമുള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നത് എള്ളെണ്ണ തന്നെയാണ്. അതല്ല ഡോക്ടറെ കണ്ടിട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള പല ഓയിലുകളും ഉണ്ട്. ഇത്തരം ഓയിലുകൾ ഉപയോഗിച്ച് ചുരുങ്ങിയ ടൈം എന്ന് പറയുമ്പോൾ 3 ദിവസവും കൂടിയ ടൈം എന്ന് പറയുമ്പോൾ 21 ദിവസവും സുഖചികിത്സയ്ക്കായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഈ സമയത്ത് എണ്ണ തേച്ച് കുളിക്കാം. എണ്ണ തേച്ചിട്ട് മിനിമം 45 മിനിറ്റെങ്കിലും ഇരിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് കുളിക്കാം. കുളിക്കുന്നതിനായിട്ട് ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ ഉഴുന്നുപൊടിയോ ആളുകളുടെ പ്രതികൃതം അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മറ്റു പൊടികളുണ്ട്. അതിലിപ്പോൾ എടുത്തു പറയാവുന്നത് വാഗ എന്നൊരു മരണ്ട, വാഗയുടെ ചൂർണം പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതുമാണ്. അതല്ലെങ്കിൽ ചെമ്പരത്തി ഇല പൊടിച്ച് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കും. പക്ഷെ സാധാരണയായിട്ട് ആയുർവേദ ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള മരുന്നുകൾ അവർ പറഞ്ഞു തരും. അതനുസരിച്ചിട്ട് ഈ ഏതെങ്കിലും ഇതുപോലുള്ള പൊടികൾ ഉപയോഗിച്ച് മെഴുക്കിളക്കി കുളിക്കാവുന്നതാണ്. പല ആളുകളും പറയാറുണ്ട് മെഴുക്കിളക്കുമ്പോൾ എണ്ണ ശരിക്കും പോകുന്നില്ല എന്ന്. അതിന് ചെറിയൊരു ടിപ്പുണ്ട്. ഒന്ന് നല്ല കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് എണ്ണ മുഴുവൻ തുടച്ച് കളയുക. തുടച്ച് കളഞ്ഞതിന് ശേഷം നേരിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ഏതെങ്കിലും പൊടികൾ ഉപയോഗിച്ച് തലയും മേലും നന്നായിട്ട് കുളിക്കുക. ഇങ്ങനെ കുളി കഴിഞ്ഞ ശേഷം നെറുകിൽ രാസ്നാദി ചൂർണം എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്. അത് ആയുർവേദ ഷോപ്പുകളിൽ ലഭ്യമാണ്. ആ ഒരു പൊടി നെറുകിലിടുക. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന ഭക്ഷണം നിർബന്ധമായിട്ടും വെജിറ്റേറിയൻ ആക്കി മാറ്റുക. അത് ഈ പറഞ്ഞ നമ്മൾ സുഖചികിത്സക്കായിട്ട് വീട്ടിൽ തിരഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഈ പറയുന്നത്. നമ്മൾ എത്ര ദിവസമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത്രയും ദിവസം ഇങ്ങനെ ഒരു ചര്യയിൽ പോവുക. അപ്പോൾ ഈ സമയത്ത് യാത്ര പരമാവധി ഒഴിവാക്കണം. ദൂരയാത്രകൾ ഒരു കാരണവശാലും ചെയ്യരുത്. അടുത്തേക്കൊക്കെയുള്ള നടന്നു പോകുന്നതോ ചെറിയ യാത്രകളൊന്നും കുഴപ്പമില്ല. കൂടുതൽ ജോലികൾ ചെയ്യുകയോ അതുപോലെ തന്നെ കണ്ണിന് സ്ട്രെയിനുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. നല്ല അധികം കാറ്റും ഒന്നും കൊള്ളാതെ കംപ്ലീറ്റ് ഒരു വിശ്രമാവസ്ഥയിൽ ഇരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇത് കുളി കഴിഞ്ഞതിന് ശേഷം ഈ
പൊടി തിരുമ്മലും കഴിഞ്ഞതിന് ശേഷം പുകയ്ക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ആയുർവേദത്തിൽ. ഈ പുകയ്ക്കുന്നതിനായിട്ട് പല മരുന്നുകൾ അവൈലബിൾ ആണ്. ഒരു അപരാജിത ചൂർണം എന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട്, അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ശരിക്ക് നമ്മൾ ഒന്ന് റൂമുകളിലൊക്കെ പുകയ്ക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതും നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ, അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ആടലോടകത്തിൻ്റെ ഇലയും ചേർത്തിട്ട് വെറുതെ ഒരു തിരി ഉണ്ടാക്കി കത്തിച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുകയിക്കുന്നത് ഗുണകരമാണ്. ഇത് ഇൻഫെക്ഷൻസ് കുറക്കാനും തൊണ്ട വഴിയുള്ള കൂടെയുള്ള രോഗങ്ങൾ കുറക്കുന്നതിനും വളരെ ഫലപ്രദമാണ്. ഇങ്ങനെ ഒരു ചെറിയ ഒരു ചര്യ എന്നുള്ള രീതിയിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു മിനിമം ആരോഗ്യത്തിനുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട്, ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ കൂടുതൽ സൗന്ദര്യ സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് ചെയ്യാവുന്നത് ഈ പാർട്ടിൽ തന്നെ വരുന്നത് മുഖത്തിടാനുള്ള മരുന്നുകളും മുഖലേപങ്ങളും തലയിൽ തേക്കുന്ന താളികളും ഒക്കെയാണ്. അതിൽ തലയിൽ തേക്കുന്ന താളികളിൽ ഈ മഴക്കാലത്തേക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ചെമ്പരത്തി താളി തന്നെയാണ്. ചെമ്പരത്തി ഇലയും പൂവും ചേർത്ത് താളിയാക്കി എടുത്ത് തലയിൽ തേച്ച് കുളിക്കാം. മുഖത്തിനാണെങ്കിൽ ഈ സമയത്ത് മഴക്കാലത്തെ സംരക്ഷണത്തിലേക്ക് നല്ലത് ആര്യവേപ്പിലയും മഞ്ഞളും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടിയിട്ട് ഈ പറയുന്ന സമയങ്ങളിൽ നമ്മൾ കുളിക്കാനൊക്കെ പറഞ്ഞ സമയത്ത് പുരട്ടി കുളിക്കുന്നത് നല്ലതാണ്. ഞാൻ അതിലൊരു കാര്യം പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. എണ്ണ തേച്ചിട്ട് ഇരിക്കേണ്ട സമയം മിനിമം 45 മിനിറ്റ് ആണ്, കൂടിയാൽ 1.5 മണിക്കൂർ. അത്രയും മതിയാവും. കാരണം കൂടുതൽ സമയം നമ്മളിപ്പോൾ കൂടുതൽ ആളുകളും ബാത്റൂമിലൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പം അത്രയും 1.5 മണിക്കൂറിലധികമൊക്കെ ഇരിക്കുമ്പോൾ നടുവേദനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ 3/4 മണിക്കൂർ ഒരു നല്ലൊരു സമയമാണ്. പിന്നെ അതിൽ ഇങ്ങനെ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇതോടൊപ്പം ചെയ്യാവുന്ന വേറൊരു ചര്യ കൂടിയുണ്ട്. അത് കവളഗ്രഹം എന്ന് പറയും ആയുർവേദത്തിൽ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ വായിൽ പിടിക്കുന്നതാണ്. ഇതിന് എള്ളെണ്ണയോ പിന്നെ അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഇതല്ലാതെ ആയുർവേദത്തിൽ പറയുന്ന പല ഓയിലുകളുണ്ട്. അത് മെഡിക്കേറ്റഡ് ഓയിലുകളാണ്. അത് പക്ഷെ ആളെ പ്രകൃതി അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഓയിലുകളിൽ ഏതെങ്കിലും ഒരെണ്ണ, എള്ളെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഒരു 30 ml വരെ വായിൽ പിടിച്ചിട്ട് വെറുതെ കുറച്ച് നേരം, ഒരു 20 മിനിറ്റ്സ് വരെ വായിൽ പിടിക്കാൻ പറ്റും. അതിങ്ങനെ ഗാർഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, കുറേ സമയം ഗാർഗിൾ ചെയ്തിട്ട് തുപ്പിക്കളയുന്നത് മോണകളുടെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ആരോഗ്യത്തിനും മോണകളിൽ നിന്ന് ബ്ലഡ് വരുന്നത് നിൽക്കാനും ഒരുപാട് രോഗങ്ങൾക്ക് ഉപകാരപ്രദമാണ്. പക്ഷെ ഇത് കുറച്ച് ദിവസം കൊണ്ടൊന്നും ഇതിൻ്റെ ഗുണം കിട്ടില്ല. ശരിക്കും 3 months കറക്റ്റായിട്ട് ചെയ്യണം. ഇനി മിനിമം 21 days എങ്കിലും ചെയ്താൽ നല്ല വ്യത്യാസം കാണാവുന്നതാണ്. ഇത് ഈ കാര്യം ഈ വായിൽ മരുന്ന് പിടിക്കുന്നത് കൊണ്ട്, കവളഗ്രഹം എന്നാണ് പറയുക, ഇതുകൊണ്ട് മുഖത്തിൻ്റെയും കണ്ണിൻ്റെയും സൗന്ദര്യം കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു രൂപമായെന്ന് തോന്നുന്നു മഴക്കാലത്ത് സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇനി ഓരോരോ രോഗങ്ങൾ മഴക്കാലത്തുള്ളതിന് വെച്ചിട്ട് അടുത്തടുത്ത വീഡിയോകളിൽ പറയാം. നമസ്കാരം.